ഇന്ന് രാവിലെ ഞങ്ങൾ എന്താ കഴിച്ചതെന്ന് കാണണ്ടേ? അപ്പോൾ എന്താ 1.5 കപ്പ് വെള്ളം തിളപ്പിക്കാൻ വെച്ചേ. അതിലോട്ട് പാകത്തിനുള്ള ഉപ്പ് ചേർത്തു. വെള്ളം തിളച്ച് വന്നപ്പോഴത്തേക്ക് 1 കപ്പ് അരിപ്പൊടിയും കൂടി ചേർത്തിട്ടുണ്ട്. അരിപ്പൊടി ചേർത്തിട്ട് ഫ്ലെയിം ഓഫ് ചെയ്യണം, അല്ലെങ്കിൽ മാവ് നല്ലതുപോലെ വെന്ത് പോവും. അങ്ങനെ ആയാൽ നമ്മുടെ ഉരട്ടി റെഡിയായി വരത്തില്ല. തണുത്തതിന് ശേഷം മാവ് ചാലിച്ച് മാറ്റി വെച്ചിട്ടുണ്ട്. ഇനി നമുക്ക് കറി റെഡിയാക്കാം. അപ്പോൾ ആദ്യം മസാലപ്പൊടിയെല്ലാം വറുത്ത് മാറ്റി, പിന്നെ ആ ചട്ടിയിൽ തന്നെ എണ്ണ ഒഴിച്ച് ചൂടായപ്പോൾ കറിവേപ്പിലയും സവാള ചെറുതായിട്ട് അരിഞ്ഞതും ചേർത്തൊന്ന് വഴറ്റി. അതിലോട്ട് ഇഞ്ചിയും വെളുത്തുള്ളിയും ചതച്ചതും ചേർത്ത് പച്ചമണം മാറിയപ്പോഴത്തേക്ക് ചിക്കൻ ചേർത്ത് കൊടുത്തിട്ടുണ്ട്. ഇനി നമുക്ക് ഈ വറുത്ത് വെച്ചിരുന്ന മസാലയിൽ ഒരു 7-8 ചുമന്നുള്ളി ചേർത്ത് കുറച്ച് വെള്ളവും കൂടി ഒഴിച്ച് ഒരു പേസ്റ്റ് പരുവത്തിൽ അരച്ചെടുക്കുക. ചിക്കനിൽ നിന്ന് ഇറങ്ങിയ ഗ്രേവിയൊക്കെ ഒന്ന് വറ്റി വരുന്ന സമയത്ത് ഈ മസാല ചേർക്കാം. ആവശ്യത്തിന് ചൂടുവെള്ളവും കൂടി ചേർത്ത് കൊടുത്തിട്ടുണ്ട്. ചിക്കൻ ഒരു 3/4 വേവായി കഴിയുമ്പോഴത്തേക്ക് ചെറുതായിട്ട് അരിഞ്ഞു വെച്ചിരുന്ന തക്കാളി ചേർത്ത് കൊടുത്തു. അപ്പം നമ്മുടെ ചിക്കൻ കറിയും റെഡിയായി, ഉരട്ടിയും റെഡിയായി. അപ്പോൾ ഓക്കെ, ബൈ.